ഈ മുനമ്പത്തെ ഭൂമി അത് അവിടെ ഉള്ളവർക്ക് വിട്ടുകൊടുക്കില്ല. ഒരു തരത്തിലുമുള്ള അഡ്ജസ്റ്റ്മെൻറ്റിന് ഞങ്ങൾ തയ്യാറല്ല. അത് ഞങ്ങളുടെ ഭൂമി തന്നെയാണ്. മുനമ്പത്തുകാർ ഈ തെരുവിൽ തന്നെയാണ്. നിങ്ങൾ ഓടിക്കോ ഇവിടെ നിന്ന്, നിങ്ങളുടെ ഭൂമി അല്ല ഇതൊക്കെ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് സുന്നി രംഗത്തെത്തുകയാണ്. എന്താണ് ഈ മുനമ്പത്തുകാർക്ക് നീതി കിട്ടില്ലേ? നീതി കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. കാരണം കേരളത്തിലെ ഏറ്റവും പ്രബലമായ വിഭാഗമാണ് മുസ്ലിം സമൂഹം എന്നുള്ളതും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ഇരു രാഷ്ട്രീയ കക്ഷികളും, അതായത് LDF UDF പ്രാധാന്യം കൊടുക്കുന്നതും ആർക്കാണ്? മുസ്ലിം മതവിഭാഗങ്ങൾക്കും. ന്യൂനപക്ഷം എന്നാൽ മുസ്ലിം മതവിഭാഗങ്ങൾ മാത്രമാണ് എന്ന് കരുതുന്നവരുമാണ് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ. ഇന്നത്തെ പത്രത്തിൽ, അതായത് ഇന്നത്തെ സുപ്രഭാതം പത്രത്തിൽ, സുന്നിയുടെ പത്രമാണ് സുപ്രഭാതം പത്രം എന്ന് പറയുന്നത്, ആ സുപ്രഭാതം പത്രത്തിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. ആ വാർത്ത എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതായത് വഖഫ് ഭൂമി കേരളത്തിലടക്കം, ഇപ്പം മുനമ്പത്ത് മാത്രമല്ല എല്ലായിടത്തുമുള്ള വഖഫ് ഭൂമി, ആ വഖഫ് ഭൂമി പിടിച്ചെടുത്ത ആളുകളിൽ നിന്ന് അത് അവരുടെ സങ്കടവും അതുപോലെ തന്നെ അവരുടെ സമാധാനത്തിന് വേണ്ടി അത്തരം വഖഫ് ഭൂമികൾ തിരിച്ചു പിടിച്ച് അവർക്ക് കൊടുക്കാനുള്ള സർക്കാർ ഉദ്ദേശത്തിന് അല്ലെങ്കിൽ സർക്കാർ നീക്കമുണ്ടെങ്കിൽ അത്തരം ഒരു നീക്കത്തിന് സർക്കാർ പോവരുത്, അതിന് അനുവദിക്കില്ല. അത് വഖഫ് ഭൂമി തന്നെയാണ്. ആരുടെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയൊന്നും ഇത്തരം ഭൂമികൾ വിട്ടു നൽകാൻ തയ്യാറല്ല എന്നാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്നത് മുസ്തഫ മുണ്ടുപാറ എന്ന് പറഞ്ഞിട്ടുള്ള സുന്നിയുടെ തന്നെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള വ്യക്തി തന്നെയാണ്. അതായത് സുന്നി മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി ഇത്തരത്തിലൊരു തീരുമാനമെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ ഒരു വലിയ ഡിവൈഡിങ് പൊളിറ്റിക്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. കാരണം ഒരു മുസ്ലിം വ്യക്തി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വഖഫ് എന്ന് പറയുന്ന ഒരു ബോർഡ് ഉണ്ടാക്കുക, ആ ബോർഡിനെ വെച്ചുകൊണ്ട് കേരളത്തിലെ ആളുകളുടെ, കേരളത്തിലെ മാത്രമല്ല കർണാടകയിലെയും ആന്ധ്രാപ്രദേശിലെയും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അമ്പലങ്ങൾ, അതുപോലെ തന്നെ മഠങ്ങൾ, അതുപോലെ തന്നെ കൃഷിഭൂമികൾ എല്ലാം പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക. ഒരു സുപ്രഭാതത്തിൽ വഖഫിൻ്റെ ഒരു ലെറ്റർ വരികയാണ്. ഇപ്പോൾ ധന്യയുടെ വീടാണെങ്കിൽ ധന്യയുടെ വീട്ടിലേക്ക് ഒരു ലെറ്റർ വരികയാണ്. അതായത് ഇവിടെ ഇത്ര വർഷം മുമ്പ് താമസിച്ചിരുന്നത് ഇന്നയാളായിരുന്നു, അദ്ദേഹം ഇന്നയാൾക്ക് വഖഫായി കൊടുത്ത സ്ഥലമാണിത്, ഇത് വഖഫിന് വേണ്ടി കൊടുത്ത സ്ഥലമാണ്, അതായത് അള്ളാഹുവിൻ്റെ പേരിൽ ദാനം കൊടുത്ത സ്ഥലമാണ് ഇത് എന്നാണ് പറയുന്നത്. അങ്ങനെ അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അള്ളാഹുവിന് കൊടുത്ത സ്വത്ത് ആരോ പിടിച്ചെടുത്തുകൊണ്ട് ധന്യയ്ക്ക് വിറ്റതാണ്. അത് ഞങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല, ധന്യയുടെ വീട് വഖഫിൻ്റെ സ്വത്തായതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒഴിഞ്ഞു തരണം എന്നാണ് ലെറ്റർ കൊടുക്കുന്നത്. അപ്പോൾ ധന്യ എന്ത് ചെയ്യും? ധന്യ സ്വാഭാവികമായും ധന്യയുടെ വീട്ടുകാരും പേടിക്കുമല്ലോ. നമ്മൾ ഇരിക്കുന്ന വീടാണ്, നമ്മൾ ചിലപ്പോൾ കാശ് കൊടുത്ത് വാങ്ങിയ വീടായിരിക്കാം, സ്ഥലങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് പാരമ്പര്യമായി കിട്ടിയതായിരിക്കാം, എന്തോ ആവട്ടെ. അപ്പോൾ നമ്മൾ ഇതും കൊണ്ട് നമ്മൾ ആദ്യം ചെല്ലുന്നത് ഒരു കോടതിയിൽ പോയി കഴിഞ്ഞാൽ കോടതി എന്താ പറയുക? ക്ഷമിക്കണം, ഞങ്ങൾക്കൊന്നും പറ്റില്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ വഖഫ് ബോർഡിനെ തന്നെ സമീപിക്കൂ എന്ന് പറയും. അപ്പോൾ വഖഫ് ബോർഡ് നമ്മൾ പോയി പറയുകയാണ്, ദയവായി ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, നിങ്ങൾക്ക് തെറ്റിദ്ധാരണ വന്നതാണ്, ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞ് വഖഫിൻ്റെ മനസ്സലിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ രക്ഷ കിട്ടിയേക്കാം. ഇല്ലെങ്കിൽ വഖഫ് അത് തള്ളിയാൽ നിങ്ങൾക്ക് ട്രിബ്യൂണലിൽ പോകാം. അതായത് വഖഫ് ട്രൈബ്യൂണലുണ്ട്. ആ ട്രൈബ്യൂണലിൽ പോയി കഴിഞ്ഞാൽ എന്താണ്? ട്രൈബ്യൂണലിൻ്റെ തീരുമാനം അന്തിമമാണ്. അതായത് അത് വഖഫിൻ്റെ സ്വത്താണ് എന്ന് പറഞ്ഞാൽ അന്തിമമാണത്. കാരണം ഇവർക്ക് വഖഫ് ബോർഡോ അല്ലെങ്കിൽ വഖഫ് ട്രൈബ്യൂണലോ ഒന്നും തന്നെ, അതെ, വഖഫ് ഒന്നും തന്നെ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല ഇവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു ഉദാഹരണത്തിന് ധന്യയുടെ സ്ഥലം വാങ്ങിയത് ഒരു മുസ്ലിമിൽ നിന്നാണെന്ന് വിചാരിക്കുക. ആ മുസ്ലിം ചെറുപ്പക്കാരന് ആ സ്ഥലം കൊടുത്തത് അയാളുടെ സ്വന്തക്കാർ തന്നെ ആ സ്ഥലം കൊടുത്തു എന്ന് വിചാരിച്ചോ. അത് യാതൊരു പണവും വാങ്ങാതെ എന്താണ് കൊടുത്തതാണ്. അപ്പോൾ അതിൽ നമ്മുടെ മലബാറിലോട്ടും എല്ലാ സ്ഥലങ്ങളിലോട്ടും ഒരു കാര്യം കൊടുക്കുമ്പോൾ അത് വഖഫാക്കി കൊടുക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് ദാനം കൊടുക്കുക, ഈശ്വരനാമത്തിൽ ദാനം കൊടുക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. വഖഫാക്കിയത് തിരിച്ചെടുക്കാനും പാടില്ല, അതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അങ്ങനെ വഖഫിൻ്റെ പള്ളി പ്രവർത്തനങ്ങൾക്കോ ഇസ്ലാമിക മതത്തെ എന്താണ് വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ മതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ചടങ്ങുകൾക്ക് വേണ്ടിയോ കാര്യങ്ങൾക്ക് വേണ്ടിയോ ഒന്നും വിട്ടുകൊടുക്കാത്ത ഒരാൾക്ക് താമസിക്കാൻ വേണ്ടി അയാൾക്ക് ദാനം കൊടുക്കുന്ന സ്വത്തിനെ വഖഫാക്കി കൊടുക്കുക എന്ന് പറയുന്നൊരു രീതിയുണ്ട്. ആ രീതിയിൽ കൊടുത്തൊരു സ്ഥലത്തിൻ്റെ പേരിൽ വാക്ക എന്നെങ്ങാനുള്ള 2 അക്ഷരം അതിലുണ്ടെങ്കിൽ അത് മാത്രം വെച്ചുകൊണ്ട് നിങ്ങളുടെ സ്ഥലം അവർ കൊണ്ടുപോകും. ഇത് തന്നെയാണ് മുനമ്പത്ത് സംഭവിച്ചിരിക്കുന്നത്, ഇത് തന്നെയാണ് മാനന്തവാടിയിൽ സംഭവിക്കുന്നത്, ഇത് തന്നെയാണ് ചാവക്കാടും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലും. ഏറ്റവും അവസാനമായി പാലക്കാട് അഗ്രഹാരങ്ങളുടെ ഇടയിലേക്കും വഖഫ് എത്തിയിരിക്കുന്നു. പാലക്കാട് അഗ്രഹാരങ്ങളുടെ ഇടയിലേക്ക് വഖഫ് എത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇവിടെ കേരളത്തിൽ മുസ്ലിം രാജവംശം ഉണ്ടായിരുന്നു. കേരളത്തിൽ ആരായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്? കേരളത്തിൽ സാമൂതിരി ഭരിച്ചു, ശക്തൻ തമ്പുരാൻ ഭരിച്ചു, തിരുവിതാംകൂർ രാജകുടുംബങ്ങൾ ഭരിച്ചു, കടത്തനാട് രാജകുടുംബം ഭരിച്ചു, കുറുമ്പ്രനാട് രാജകുടുംബങ്ങൾ ഭരിച്ചു. ഇത്തരം ഇവർ ഭരിച്ചിരുന്ന ഒരു സ്ഥലത്തേക്ക് ഇവർ വന്നിട്ട് ഇവർക്ക് താമസിക്കാൻ വേണ്ടി ഔദാര്യമെന്നോണം
ദാനം കൊടുത്ത ഭൂമിയാണ്, ഒരു സഹായം. നമ്മൾ അതിഥി ദേവോ ഭവ എന്ന് പറയുന്ന ആളുകളാണല്ലോ. അങ്ങനെ കൊടുത്ത ഭൂമിയിൽ വന്ന് വീട് വെച്ച് താമസിച്ച് ഇവിടെയുള്ള ആളുകളെ വിവാഹം ചെയ്ത് കുട്ടികളെ സൃഷ്ടിച്ച് ഒരു നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരാളുകളാണ് ഇപ്പോൾ ഈ രീതിയിൽ നമ്മൾക്കിടയിലേക്ക് കയറിക്കൊണ്ട് അത് വഖഫാണ് എന്ന് പറയുന്നത്. അപ്പോൾ സുന്നിയുടെ നീക്കം എന്താ? സുന്നി കൃത്യമാണ്. കാരണം ഇതിപ്പോൾ നാളെ അവരെന്താ പറയാൻ പോകുന്നറിയോ? ഇത് സുപ്രഭാതം പത്രത്തിൽ വന്ന വാർത്തയാണ്, ഇത് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് പറയുന്നത്. അല്ല, ഇത് കൃത്യമായ ടസ്റ്റ് ഡോസ് ആണ്. സർക്കാരിനും മറ്റുള്ളവർക്കുമുള്ള അവരുടെ ഭാഷയിലൂടെ അവർ മറുപടി കൊടുക്കുന്നതാണ്. അവരുടെ പത്രത്തിലൂടെ, മുസ്തഫ മുണ്ടുപാറയിലൂടെ കൃത്യമായ മറുപടി അവർ സർക്കാരിനും അതുപോലെ തന്നെ വഖഫ് ബോർഡിനും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും കൊടുക്കുകയാണ്. നിങ്ങൾ ഇതിനെതിരെ നിന്നാൽ, നിങ്ങൾ നോക്കൂ, ഞങ്ങളാണ് ഇവിടെ ഭൂരിപക്ഷം, മറ്റവർക്ക് നേരെ നിന്ന് കഴിഞ്ഞാൽ, ഞങ്ങളുടെ വഖഫാക്കിയെടുത്ത വഖഫ് സ്ഥലങ്ങൾ കയ്യേറിയാൽ നിങ്ങൾക്ക് തിരിച്ചടി കിട്ടുന്നത് ഏത് വിധത്തിലായിരിക്കുമെന്ന് നിങ്ങൾ പഠിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഭയപ്പെടുത്തുകയാണ്. പക്ഷെ അതെങ്ങനെയാണ്? ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ്. ഡയറക്റ്റ് അവർ എന്താണ് പറയുക? ഞങ്ങൾ മുസ്ലിം ലീഗിൻ്റെ നയത്തോടൊപ്പമാണ്, മതേതരത്വം പുലരണം, ഇവിടെ ഒരു ഡിവൈഡിങ് പൊളിറ്റിക്സ് ഉണ്ടാവരുത്, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഒരു ഭാഗത്ത് നിൽക്കുകയും മറുഭാഗത്ത് കൃത്യമായ രീതിയിലൂടെ ഇൻഡയറക്റ്റ് ആയിക്കൊണ്ട് കൃത്യമായ സന്ദേശം നൽകുകയാണ് സുന്നി ചെയ്യുന്നത്. സുന്നി എന്ന് പറയുന്നത്, സുന്നി ബോർഡൊക്കെ എന്ന് പറയുന്നത്, സുന്നി സംഘടന, IK സുന്നിയുണ്ട്, AP സുന്നിയുണ്ട്, ഇപ്പോൾ AP സുന്നിയൊക്കെ ബന്ധപ്പെട്ടാണ് വാർത്തകൾ വന്നിരിക്കുന്നത്. അത്തരം വാർത്തകൾ വരുമ്പോൾ തന്നെ എന്താണ് ഇത്? വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ പാർട്ടികളെ അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന ഒന്നാണ്. അവരുടെ കാല് പിടിക്കുന്നത് കാണാറില്ലേ നമ്മൾ പോയിട്ട്? ഇവരെല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ സ്ഥാനാർത്ഥികളും എവിടെ പോയിട്ടാണ് കാല് പിടിക്കുക? പാണക്കാട്ടേക്ക് പോകും. അതുപോലെ തന്നെ EK വിഭാഗം പിന്നെ ജിഫ്രി തങ്ങളുടെ അടുത്തേക്ക് പോകും, AP കാന്തപുരത്തിൻ്റെ അടുത്തേക്ക് പോകും. ഇങ്ങനെ എല്ലാവരുടെയും അടുത്ത് പോയി കാല് പിടിക്കുന്ന ഒരു സമീപനമാണ് ആര് സ്വീകരിക്കുക? ഇടത് വലത് രാഷ്ട്രീയ കക്ഷികൾ സ്വീകരിക്കുക. അങ്ങനെയുള്ള ഇവർക്ക് ഇവരുടെ ഭീഷണിയെ മറികടന്നുകൊണ്ട് മുനമ്പത്തെയോ അല്ലെങ്കിൽ തളിപ്പറമ്പിലെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ചാവക്കാടെയോ ഒക്കെ ഭൂമി തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ഒക്കെ പോട്ടെ, നമ്മുടെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ ഭൂമിയെങ്കിലും അല്ലെങ്കിൽ പിന്നെ പാലക്കാട്ട് അഗ്രഹാര കോവിലകത്തിൻ്റെ ഭൂമിയെങ്കിലും തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ധന്യ കരുതുന്നുണ്ടോ? ഇല്ല. വഖഫ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കിട്ടില്ല എന്നുള്ളത് നമ്മൾ നിരന്തരം, എനിക്കൊന്ന് ABC ആണ് ആദ്യം ഈ വാർത്ത പുറത്ത് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുവരുന്ന എല്ലാം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ABC മലയാളമാണ്. ആദ്യമായി വാർത്ത കൊടുത്തത് ABC ആണ്. പിന്നീടാണ് അത് മറ്റ് മാധ്യമങ്ങൾ കുറച്ചെങ്കിലുമൊക്കെ, എല്ലാമല്ല കുറച്ചെങ്കിലുമൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നത്. വഖഫ് ഇത്തരത്തിലൊരു കിരാത നിയമവുമായി മുന്നോട്ട് പോയാൽ കേരളത്തിലെ ജനങ്ങൾ എല്ലാം കൂടെ വിട്ട് ഓടേണ്ട അവസ്ഥ വരും, ഇല്ലേ? അതെ, തീർച്ചയായും. അതായത് വഖഫിന് ഇവർക്ക്, ഞാൻ ചിന്തിക്കുന്നത് ഒരു നിയമത്തിനൊരു ലോജിക്ക് ഉണ്ടാവില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് ലോജിക്ക് ഇല്ലാതെയാണ് നെഹ്റു ഈ നിയമം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അല്ല, നെഹ്റുവിൻ്റെ കാലത്തല്ല, യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലാണ് ഇത്തരമൊരു നിയമം ഉണ്ടാകുന്നത്. നിയമം വഖഫാണ്. വഖഫിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ്? മുസ്ലിം സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മുസ്ലിം സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ പള്ളികൾ, അതുപോലെ തന്നെ ദർഗകൾ ഒക്കെയുള്ള ഭൂമികളുണ്ട്. അതുപോലെ തന്നെ ചില ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുസ്ലിം ആയിട്ടുള്ള ആളുകൾ വിട്ടുകൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇനി അതുമല്ലാതെ ഞാനൊരു ഇസ്ലാമാണെന്ന് കരുതി, ഞാൻ ഇസ്ലാമിക വിശ്വാസിയാണ്, ഞാൻ മരണപ്പെട്ടു, എനിക്ക് വേറെ ആരുമില്ല, ഒരാളുമില്ല. അപ്പോൾ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ സ്വത്തൊക്കെ അനാഥമാണ്. ആ സ്വത്ത് വഖഫാക്കി കണക്കാക്കും. അപ്പോൾ എനിക്ക് എഴുതി വെക്കാം, ഇത് വഖഫാക്കി ഞാൻ കൊടുക്കുന്നു എന്ന് കണക്കാക്കും. അവിടെ ആരെങ്കിലും കയ്യേറി അത് വേറൊരാളുടെ സ്ഥലമാക്കിയാൽ ഇതിനൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു ഒരു ന്യൂനപക്ഷത്തിൻ്റെ മേൽ അടിച്ചമർത്തൽ ഉണ്ടാവരുത് എന്നുള്ള ധാരണയിൽ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഒരു നിയമം. ആ നിയമത്തിൽ ഇത്തരം ഒരു ഭേദഗതികളോ ഇത്തരം ഒരു അമിതാവകാശങ്ങളോ ഒന്നുമില്ല. അത് കൃത്യമായി വഖഫ് ബോർഡിന് അത് എവിടെ സ്ഥലമുണ്ടോ ആ സ്ഥലം കൃത്യമായി അന്വേഷിച്ച് അതിൻ്റെ രേഖകൾ ഉറപ്പുവരുത്തി മറ്റൊരാൾക്കും അവകാശമില്ലെന്ന് ഉറപ്പുവരുത്തി അവർക്ക് സംരക്ഷിക്കാം. അവർക്ക് അതിൻ്റെ കസ്റ്റോഡിയനെ വെക്കാം, റിസീവർമാരെ വെക്കാം. ഇതൊക്കെയാണ് അവരുടെ നിയമം പറയുന്നത്. പിന്നീട് വന്ന കോൺഗ്രസ് ഗവൺമെൻറ്റിന് ഒരു സുപ്രഭാതത്തിൽ തോന്നുകയാണ്, വഖഫ് നിയമം ഇങ്ങനെ പോരാ, എല്ലാ സ്ഥലത്തെയും ഭൂമി ഒന്ന് പിടിച്ചങ്ങെടുക്കണം. ഈ പിടിച്ചെടുക്കുന്നത് ആരും ചോദിച്ച് എന്തൊക്കെയാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് ഈ നിയമത്തിൽ ഭേദഗതി വരുത്തുമ്പോൾ ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് വഖഫ് ബോർഡിന് തീരുമാനിക്കാം ഏതൊക്കെ സ്ഥലമാണ് എന്നുള്ളത്. വഖഫ് ബോർഡിന് തീരുമാനിച്ചിട്ട് വഖഫ് ബോർഡിന് വേണ്ട നടപടികളെടുക്കാനുള്ള അവകാശം കൊടുത്തു, അധികാരം കൊടുത്തു. രണ്ടാമത്തത് വഖഫ് ട്രൈബ്യൂണലിൽ തന്നെ നമ്മൾ പോകേണ്ടി വരും. ആ ട്രൈബ്യൂണലിൽ പോയി അവിടെ നിന്ന് നമുക്ക് നീതി കിട്ടിയില്ലെങ്കിൽ മാത്രം നമുക്ക് സിവിൽ കോടതികളെ സമീപിക്കാം. സിവിൽ കോടതികളെ സമീപിച്ചാൽ വഖഫ് ട്രൈബ്യൂണലിൽ ഒരു കേസ് കിടക്കുന്നത് വർഷങ്ങളോളമാണ്. അതുവരെ നമുക്ക് നമ്മുടെ ഭൂമി വിൽക്കാൻ പറ്റില്ല, ക്രയവിക്രയം നടത്താൻ പറ്റില്ല, ഒരു ബാങ്കിൽ പണയം വെച്ചൊരു ലോൺ എടുക്കാൻ പറ്റില്ല, അവിടുത്തെ നികുതി ഷീറ്റ് കാണിച്ചുകൊണ്ട് ഒരു വണ്ടി പോലും എടുക്കാൻ നമുക്ക് പറ്റില്ല.
ഈ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏക്കർ കണക്കിന് സ്ഥലം മനസ്സിലാക്കണം. നെക്സ്റ്റ് നമ്മൾ ആ ട്രൈബ്യൂണലിൽ നിന്ന് വിധി എതിരായി കഴിഞ്ഞാൽ നമ്മൾ സിവിൽ കോടതിയിൽ പോകും. സിവിൽ കോടതിക്ക് ഈ കാര്യത്തിൽ പരിമിതികളുണ്ട്. ഈ കേസ് കൃത്യമായി പഠിക്കുകയും ഈ കേസ് വലിയ രീതിയിൽ നടത്തിക്കൊണ്ടുപോയി ഒരു സിവിൽ കോടതിയിൽ എത്രയോ നീളും കേസ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള കോടതികളിൽ വഖഫ് ബോർഡ് എന്ത് ചെയ്യും? അപ്പീൽ പോവും. അവിടെയും നമ്മൾ നടക്കണം. അതിന് മുകളിൽ ഹൈക്കോടതികളുണ്ട്, വഖഫ് അവിടെയും പോവും, അതിനും നടക്കണം. അതിന് മുകളിൽ സുപ്രീം കോടതിയുണ്ട്, അതിനും വഖഫ് പോവും. കാരണം വഖഫ് ഒരു സർക്കാർ സ്ഥാപനമാണ്, അവർക്ക് ഫണ്ടുണ്ട്. ഇപ്പോൾ ഒരു സാധാരണക്കാരൻ എത്ര വരെ പോകാൻ പറ്റും? ഒരു മനുഷ്യൻ്റെ ആയുസ് തീരും. ഒരു കോടതിയിൽ നിന്ന് ഒരു തീരുമാനം വരാൻ 3 വർഷം കൂട്ടിയാൽ തന്നെ ഇത്തരം കോടതികളിലേക്ക് എത്താൻ 10-20 വർഷം ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. ഒരു 20 വർഷം ഒരു മനുഷ്യൻ്റെ ആയുസിൽ പോവുക എന്ന് പറഞ്ഞാൽ അവൻ അതുവരെ അവൻ്റെ സ്വത്ത് ക്രയവിക്രയം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യുക? തൻ്റെ മകളുടെ കല്യാണമുണ്ട് അടുത്ത മാസം, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസം. ആ സമയത്താണ് ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ ബാങ്കിൽ പണയം വെക്കുന്നത്. ആ സമയത്താണ് വഖഫ് ബോർഡ് ഒരു എതിർ സത്യവാങ്മൂലമായി ബാങ്കിനെ സമീപിക്കുന്നത്. എന്ത് ചെയ്യും? എങ്ങനെയാണ് അവന് കല്യാണം നടത്താൻ കഴിയുക? 20 കൊല്ലത്തോളം ഈ നിയമ പോരാട്ടം നടത്താൻ പറ്റുമോ? ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് അർത്ഥത്തിലാണ് ഇത്തരം ഒരു കിരാത നിയമത്തെ ഇവിടെ പാസ്സാക്കിയത്? അതിന് എന്തുകൊണ്ടാണ് അന്നത്തെ BJP ഉൾപ്പെടെ, എനിക്ക് തോന്നുന്നു അന്ന് BJPക്ക് ഇതിൻ്റെ സംഗതി മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷേ അന്ന് അവർക്ക് തെറ്റുപറ്റിയെങ്കിൽ ഇന്ന് അവർ തിരുത്തുന്നു, സന്തോഷം. CPM ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൻ്റെ നിയമസഭയിൽ ഇരുന്നു കൊണ്ട് ഇതിനെ കൃത്യമായി എന്ത് ചെയ്തു? കൃത്യമായി ഇവർ പറഞ്ഞു. അതെ, വളം വെച്ച് കൊടുത്തു. അപ്പോൾ ഇവർ പറഞ്ഞു ഈ വഖഫിന്റെ ബില്ലിനെതിരെ ഒറ്റക്കെട്ടായി പ്രമേയം പാസാക്കി. എന്ത് ശുദ്ധ തോന്നിവാസമാണിത്? മതേതരത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, മതേതരത്വത്തിന് വേണ്ടി പ്രസംഗിക്കുന്ന, CAA-ക്കെതിരെ വീമ്പിളക്കിയ, CAA-യിൽ നിന്ന് ഇപ്പം ആളുകളെ പിടിച്ച് പുറത്തു കൊണ്ടുവന്ന് പറഞ്ഞ ആളുകൾ ഒരു ഭാഗം തെറ്റ് ചെയ്യുമ്പോൾ അതിനെ സംഖ്യവൽക്കരിക്കുകയും പറയുന്നവരെയൊക്കെ സംഖ്യയാണ് എന്ന് പറയുകയും ചെയ്ത് ശുദ്ധ തോന്നിവാസത്തിൻ്റെ ഇരയാവുകയും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കുകയും ചെയ്യുന്ന ഈ കാടത്തത്തിന് ഒരു അവസാനമില്ലെങ്കിൽ സുന്നികളുടെ വാക്ക് മാത്രം കേട്ടിരുന്നാൽ ഇവിടെ സുന്നികൾ മാത്രമല്ല ഉള്ളത് എന്നുകൂടി ഇവിടുത്തെ ഭരണകൂടങ്ങൾ ആലോചിച്ചാൽ അത്രയ്ക്ക് നല്ലത്.